നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒലവക്കോട് ധോണി റോഡിലാണ്. ഇവിടെ വരാനുള്ള കാരണം എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൽ ഇവിടെ ബിവറേജിൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ് വരുന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരാൻ കാരണം. ഇവിടെ വന്നാലുള്ള ബുദ്ധിമുട്ട് വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലവും, അതുകൂടാതെ അടുത്ത് കുറേ വീടുകളും, അവർക്കെല്ലാം ഇത് ശല്യമാകും എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ, ചില ആളുകളും ഇവിടുത്തെ പ്രതിമ ഡോക്ടറും അദ്ദേഹം പ്രതികരിച്ചത്. അതുകൂടാതെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ കടയിലുള്ള ഈ കടൻ്റെ ബാക്കിൽ ഏകദേശം കുറച്ച് വർഷം മുമ്പ് മദ്യപിച്ച് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും കൊലപാതകം നടന്നു എന്നും കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ കാണുന്ന പിന്നിലാണ്. ഇവിടെ വന്നാൽ ഈ ബിവറേജ് ഇവിടെ വന്നാൽ വളരെ ഒരു പബ്ലിക്, അത് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ശല്യമായി മാറും. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാകും എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ ബിവറേജ്, അതുമാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 500 മീറ്ററിൽ കടന്നിട്ട് വേണം ഈ ഇവിടുത്തെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരാമെന്ന് പറയുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ 500 മീറ്റർ പോലും ഇല്ലയെന്നാണ് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഒരു 400-450 മീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ വാദിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് എൻ്റെ പിന്നിൽ കാണുന്നുണ്ട്. ആ ബിൽഡിങ്ങിലാണ് ഇവിടെ ഈ ബിവറേജിൻ്റെ ഈ പ്രീമിയം ഔട്ട്ലെറ്റ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ നമ്മളെ ഈ ധോണി റോഡില്ല, ഇവിടെ ബിവറേജ്, ഈ തൊട്ടടുത്ത് ബിവറേജ് അടുത്ത് ബിവറേജ് വരുന്നുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു ആസ് എ ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അതിപ്പോൾ ഓൾറെഡി താണാവിലുണ്ടല്ലോ. താണാവ് അങ്ങനെ ഒരു കച്ചറ സെൻ്ററായി മാറിക്കഴിഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ പിന്നെ അതിന് എന്തിനാ ഇങ്ങോട്ട് അശ്വതി നഗറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട? അല്ല, അത് റെയിൽവേൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 500, അതായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇങ്ങനെ ബിവറേജ് പാടില്ല. ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായല്ലോ, റെയിൽവേന് ഒരു കുട്ടിയെ മദ്യവെച്ചിട്ട് ഒരു വ്യക്തി തള്ളിയിട്ട് ചവിട്ടി തള്ളിയ സംഭവം. അതിനുശേഷം സ്ട്രിക്റ്റായി പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് 500 മീറ്ററിനപ്പുറം ഈ ബിവറേജ് മാറ്റണം എന്ന് പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ 500 മീറ്റർ ഞാൻ മനസ്സിലാക്കിയത് 500 മീറ്റർ ഇല്ലയെന്ന്, അത്രയും അതും നിയമലംഘനമെന്ന് പറഞ്ഞു. 500 മീറ്റർ ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റെയിൽവേ പ്രമീസസ് ഇവിടെ 100 മീറ്റർ അല്ലേ? 100 മീറ്റർ, അതും ഒരു നിയമലംഘനമല്ലേ? അതെ. അത് മാത്രമല്ല, ഇവിടെ ഉള്ള കള്ള് ഷാപ്പിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഇവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ അതിന് ഒരു പരസ്യമായിട്ട് ഒരു ശത്രുത ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ടാണ് പരസ്യമായിട്ട് അതിനൊന്നും നമ്മൾ എതിർക്കാതിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അശ്വതി നഗർ പറയുന്ന ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് കോളനിയാണ്. അപ്പോൾ അത് പിന്നെ വൃത്തികേടാക്കാൻ ആർക്കും താല്പര്യമില്ല. സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടുന്നു. അതെ, അശ്വതി നഗർ അസോസിയേഷൻ്റെ ഒരു പരാതി ഇതിനു മുമ്പേ തന്നെ കലക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഈ ഡിസംബറിൽ ഇത് അറിഞ്ഞ ഉടനെ തന്നെ പരാതി കൊടുത്തു. ജില്ലാ കലക്ടർക്ക് അഡ്രസ്സ് ചെയ്തിട്ട് മറ്റ് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ, എക്സൈസ്, പിന്നെ അങ്ങനെ എല്ലാവർക്കും, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് വില്ലേജ് അധികാരികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോപ്പി. അത് മറുപടി ലഭിച്ചു സാറിന്? ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയപ്പോൾ SP ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിനടക്കം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഒരു പോലീസ് ജീപ്പും ഒരു എക്സൈസ് ജീപ്പും വന്ന് ഒരു ദിവസത്തിലേ വന്ന് ആരടുത്തൊക്കെ എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി വന്നു. അപ്പം വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊന്നും അവർ ചോദിച്ചിട്ടില്ല. അതിനുശേഷം താങ്കൾ റെസിഡൻസ് ആൾക്കാർ കോൺടാക്ട് ചെയ്തില്ല, അധികാരിയെ കോൺടാക്ട് ചെയ്തിരുന്നു? SPO, പോലീസ് സൂപ്രണ്ടിയോ മറ്റോ? ഇല്ല, അതിന് അവർ നമ്മൾ കൊടുത്ത പിന്നെ
പരാതിക്ക് മറുപടി ഡിസ്ട്രിക്ട് കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമുക്ക് തരണമല്ലോ, തന്നിട്ടില്ല. മനസ്സിലായില്ല. അങ്ങനെ തന്നാലല്ലേ നമുക്ക് അതിന് പിന്നെ ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇതുവരെ തന്നിട്ടില്ല. ഇനിയിപ്പോൾ കേന്ദ്ര വിവരാവകാശ നിയമപ്രകാരം വേണമെങ്കിൽ എഴുതി ചോദിക്കണമെന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പിന്നെ പേരിലും അല്ലാതെയും തന്നെ ആണ് പരാതി പോയിട്ടുള്ളത്. പിന്നെ അന്ന് ഞാൻ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അതിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് വന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. പോലീസ് പോലും മറ്റ് നാട്ടുകാർ മാത്രം ജസ്റ്റ് ചോദിച്ചു പോയെന്നുള്ളൂ അല്ലേ? നാട്ടുകാരുടെ തരത്തിൽ ഇവിടെ അടുത്ത വീട്ടുകാരുടെ ചോദിച്ചിട്ട് പോയി പറഞ്ഞു. അപ്പോൾ ആരാ കംപ്ലൈൻറ്റ് കൊടുത്തോ എന്താണെന്ന് മാത്രം ചോദിച്ചു. അതിന് അവരുടെ അടുത്ത് നിങ്ങളുടെ പരാതിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങുകയോ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവില്ല. ഇല്ല. അത് കാരണം ബിവറേജസ് കോർപ്പറേഷന് പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ പാടില്ല സത്യത്തിൽ. ഇതിപ്പം ആ താണാവ് ജംഗ്ഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എത്ര മോശം അറിയോ? ഒരു സാധാരണക്കാർക്ക് അവിടെ ബസ് കാത്ത് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഉള്ള കച്ചവടങ്ങളും വണ്ടി കച്ചവടങ്ങളും അതുപോലെ പിന്നെന്താ പറയുക ഒക്കെ ഒരുപാട് ആളുകളുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് സകല ഇതും അവിടെ ഉണ്ട്. ആ വഴിക്ക് വരുന്നത് തന്നെ നമ്മളിപ്പോൾ വണ്ടി കാറൊക്കെ ഓടിച്ച് വരികയാണെങ്കിലും പോവുകയാണെങ്കിലും തന്നെ ആൾക്കാർക്ക് അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെയാണ്. ഇവിടെ വന്നാൽ വീണ്ടും അതിനേക്കാളും ബുദ്ധിമുട്ട്. ഇവിടെ നല്ലൊരു ഏരിയയാണ് ഈ അത്താണിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു നല്ല ഏരിയ. പണ്ടൊക്കെ നിറയെ കള്ളുകുടിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല വിവരമുള്ള ആൾക്കാരാണ് അധികം ഉള്ളത്. അത്താണിപ്പറമ്പ്, കൂട്ടപ്പര, മേലേപ്പുറം ഈ ഏരിയ പറയുന്നത് വളരെ കലയകുളങ്ങര. ഈ ഏരിയ വളരെ ക്ലീൻ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അധികം ക്രിമിനലൈസേഷൻ ഇല്ല. അപ്പം അതിന് ഇത് വന്നു കഴിഞ്ഞാൽ ക്രിമിനലൈസേഷൻ കൂടും. പിന്നെ അതുമാതിരി പിന്നെ എന്താ പറയുക ആ ഹൈജീനിക് ലെവൽ അങ്ങോട്ട് പോകും. അതിൽ യാതൊരു സംശയവും നഷ്ടപ്പെടും. പിന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് ആണ് ഇത് നിൽക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലായില്ലേ? അത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളുടെയോ നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലോപാമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലല്ലേ? ഈ റോഡൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ളൊക്കെ കാരണമൊക്കെ നമ്മൾ തന്നെയാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവ് ചെയ്തിട്ടാണ് റോഡൊക്കെ ഇതാക്കിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വന്ന ശേഷമാണ് ഈ കോളനി ഇത്രയും ഡെവലപ്പായി തുടങ്ങിയത്. ആദ്യം ഇവരുടെ നമ്മുടെ ഫോറസ്റ്റ് റിട്ടയർഡ് രാധാകൃഷ്ണൻ സാറിൻ്റെ വീടും എൻ്റെ വീടും ഒക്കെയാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ റോഡൊന്നും ഇല്ല. നമ്മൾ പൈസ ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ റോഡ് ഉണ്ടാക്കി ഇങ്ങോട്ട് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വീടുകൾ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ 70ഓളം വീടുകളുണ്ട്. 293 പ്ലോട്ട് വീടാകെ ആയിക്കൊണ്ടിരിക്കുക. അവിടെ വീടുകൾ കെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും. മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഒരു നല്ലൊരിതായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടികളുടെ സ്കൂളും ഒരു ചെറിയൊരു ഓർഫനേജും ഒക്കെ പണിയാൻ ഒക്കെ തയ്യാറാക്കി ഇത് വെച്ചിരിക്കുക. അപ്പം അതിനും കൂടി ഇവിടുന്ന് പിന്നെ വേണ്ട വിധത്തിൽ പ്രോത്സാഹന അംഗീകാരവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത് വരാൻ പാടില്ല. അത് വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ നേരിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഏരിയ വൃത്തികേടാവും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവർ പല എക്സ്ക്യൂസൊക്കെ പറയുന്നുണ്ട്. എന്താണ് പ്രീമിയം കൗണ്ടർ എന്നൊക്കെ. പ്രീമിയം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ അല്ലല്ലോ വരുന്നത്. അത് പേര് പ്രീമിയം കൗണ്ടർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലും വന്ന് വാങ്ങുന്നത് ലോക്കൽ ആളുകളാണ്. മനസ്സിലായില്ലേ? വാങ്ങിയിട്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കള്ളു കുടിക്കും. ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വന്നതാകും. വലിയ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വഴിക്ക് വേണമെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഒരു പിന്നെ തന്നെ അവിടുന്ന് ബിവറേജസ് നിന്ന് കള്ളു കുടിച്ചിട്ട് അടിയായിട്ട് ഇവിടെ വന്നിട്ട് ആ കടയുടെ മുമ്പിൽ ഒരാൾ അടുത്ത കാലത്ത് മരിച്ചു. ഒരു മരണം നടന്നിരുന്നു. മരണം നടന്നിരുന്നു. അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ബിവറേജസ് നിന്ന് വാങ്ങി രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് പിന്നെ രണ്ടാളും ബോധമില്ലാതെ കിടന്നു. ഒരാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ മറ്റേ ആളുടെ പോക്കറ്റിൽ നിന്ന് ബോട്ടിലെടുത്തിട്ട് അയാൾ വീണ്ടും കുടിച്ചു. അപ്പോൾ അതിന് അയാൾ പ്രതികരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടിയായി, തലയടിച്ച് പൊട്ടിച്ചു. അവൻ ചോരയെ ഒലിപ്പിച്ച് വീണത് ഇത് അവിടെ ഒരു കടയിലാണ്. അശ്വതിനഗറിന് മുമ്പിൽ ഒരു കടയുടെ മുമ്പിലാണ്.
ഇതൊന്നും ന്യൂസൊന്നും അങ്ങനെ വന്നതായിട്ട് കണ്ടില്ല ഞാൻ. ഓക്കെ സാർ. മനസ്സിലായി. ഇത് ഇനിയും വർദ്ധിക്കുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വൃത്തി പോവും, നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്ഷേത്ര തുല്യമാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. കാരണം 30 വർഷമായിട്ട് നമ്മൾ ഇവിടെ പിന്നെ എന്താ പറയുക, അർദ്ധനാരീശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് കടാവളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ മാറും, അതിൻ്റെയൊക്കെ അത് മാറും. അതുപോലെ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ചെറിയ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇതാകുന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ ദോഷം ചെയ്യും എന്തായാലും. അത് ശക്തമായിട്ട് തന്നെ നേരിടേണ്ടി വരും. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നേരണം. താങ്കൾ ശക്തമായി എതിർക്കുന്നില്ല? ഞാനത് വളരെ ശക്തമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഇതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇമ്പാർഷ്യലായിട്ട് തന്നെ ഞാൻ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കാൻ തയ്യാറാണ്. അത് അവിടെ വ്യക്തിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്രദേശം മുഴുവൻ, അപ്പോൾ അശ്വതി നഗറിന് മാത്രമല്ല ഇത് ബാധകം. അശ്വതി നഗർ, കൂട്ടപ്പര, മേലേപ്പുറം, അത്താണിപ്പറമ്പ്, കല്ലേക്കുളങ്ങര, ഇവിടുന്ന് അങ്ങോട്ട് ഹേമാംബിക റെയിൽവേ കോളനി ഒക്കെ ബാധിക്കും അത്. മനസ്സിലായില്ലേ? ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആളുകൾക്കും വ്യക്തികൾക്കും അത് ബാധകമാണ്. അത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ഇതിനെ നേരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. താങ്ക് യു. കൂടാതെ ഈ വാർത്ത ഞാനാണ് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇതിനു മുൻപ് ഒരു മാധ്യമത്തിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനാണ് ഈ വാർത്ത ആദ്യമായിട്ട് ബ്രേക്ക്, മന്ത്ര മീഡിയയാണ് ഈ വാർത്ത ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ പ്രീമിയം ഔട്ട്ലെറ്റ് വരുന്നതിന് ജില്ലാ കളക്ടർക്കും അതുപോലെ ജില്ലാ പോലീസ് മേധാവിക്കും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി കൊടുത്തെങ്കിലും നാളെ ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രമുഖ ഡോക്ടർ ഞങ്ങളോട് പ്രതികരിച്ചത്. ഇതുവരെ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നാണ് പ്രമുഖ ഡോക്ടർ പ്രതികരിച്ചത്. എന്തായാലും ഇത് ഒരിക്കലും ഈ ബീവറേജ് കോർപ്പറേഷൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ് വരാൻ സമ്മതിക്കില്ല. ഇവിടെ ബീവറേജിൻ്റെ ആ ഔട്ട്ലെറ്റ് വരാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമസ്കാരം. ഇത്രയും ജനസാന്ദ്രത, ജനങ്ങൾ ഒരു പബ്ലിക് ഏരിയ ആണ്. ജനങ്ങൾ ജനങ്ങൾ മാത്രമല്ല പല യാത്രക്കാരും പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണത്. ഇവിടെ ആ ഭാഗത്ത് ഇതേപോലെ സ്ഥലത്ത് ഇത്രയും പബ്ലിക് ഉള്ള ഏരിയയിലാണ് ഒരു ബിവറേജിൻ്റെ കോർപ്പറേഷൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ് വരുന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ കണ്ടറിയും ഇത്രയും തിരക്കേറിയ ഏരിയയാണ്. ഇവിടെ പൊതുവെ രാത്രിയായാലും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ മദ്യവെച്ച് രണ്ടുപേർ ചേർന്ന് മദ്യവെച്ചു. അതിനുശേഷം തമ്മിൽ വാക്കേറ്റമായി. ആ വാക്കേറ്റം ഒരു കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരാൻ സമ്മതിക്കില്ല എന്നും ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ ഡോക്ടറും അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് കണ്ടാൽ അറിയാം ഇത്രയും ജനസാന്ദ്ര ഏരിയയാണ്. കൂടാതെ അവിടെ സ്കൂളുകളുണ്ട്. ചേട്ടാ നമസ്കാരം. അപ്പോൾ ഇവിടെ ഈ കൊലവക്കോട് ധോൺ റോഡിൽ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരണം, പ്രീമിയം ഔട്ട്ലെറ്റ്. തീരുമാനം ഉറപ്പായി എന്നാണ് എനിക്ക് ഒരു ഇൻഫർമേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ എന്താ അഭിപ്രായം? അല്ല, ഇത് അത്രയും നീറ്റായ ഒരു ഏരിയയാണ്. പോരാത്തതിന് റെസിഡൻഷ്യൽ കോളനി കേരളത്തിൽ തന്നെ ഏറ്റവും അധികമായിട്ടുള്ളൊരു കോളനി കൂടിയാണ് റെയിൽവേ കോളനി ഭാഗം. വളരെ ശാന്തവും സമാധാനവുമായി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ എങ്ങനെയാണ് ബീവറേജ് വരിക എന്നുള്ളതാണ്, എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അറിയാത്തത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒന്നും സ്വൈരമായിട്ടുള്ള ഒരു സഞ്ചാരത്തിനുള്ള ഒരു അവകാശം നിഷേധിക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ വരാൻ പോകുന്ന ഒരു ബീവറേജും മുഖാന്തരം ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ തന്നെ എൻ്റെ കടയുടെ മുമ്പിൽ തന്നെ 1-2 മർഡർ കേസുകളും അവിടെ ബീവറേജുമായി ബന്ധപ്പെട്ട് അവിടെ അടിപിടി ഉണ്ടാക്കിയിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ഒരു വർഷ കാലയളവിൽ തന്നെ 2ഓളം സംഭവങ്ങൾ ഇവിടെ കൊലപാതകങ്ങൾ. ഒരു പ്രഭാകരൻ പറഞ്ഞ ആളും ഒരു വേണു പറഞ്ഞ ആളും രാത്രി നടന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് ആളുകൾ വന്ന് പ്രഭാകരൻ പറഞ്ഞ ആളെ വീട്ടിൽ കയറി
കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വേണു എന്നുള്ള ആളെ തണാവ് ഭാഗത്തു നിന്ന് ബീവറേജിൽ നിന്നുണ്ടായ തർക്കത്തിൽ കുത്തി ഇവിടെ വന്നിട്ടാണ് മരണപ്പെട്ടത്. അതും ഞങ്ങൾ ഒരുപാട് അത് സ്ട്രഗിൾ ചെയ്താണ്. ഇവിടെയൊക്കെ ആ ഒരു ബീവറേജ് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറുമെന്നാണ് അഭിപ്രായം. ബീവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോയി അതിനുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ, കോളനി പോലെയുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് റെയിൽവേയുടെ. റെയിൽവേ അടുത്താണ്, ഫോറസ്റ്റ് ഓഫീസ് അടുത്താണ്, ഇവിടെ നമ്മുടെ അങ്കണവാടി തൊട്ട് അങ്കണവാടികളുണ്ട്, സ്കൂളുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഇവർക്ക് പെർമിഷൻ കിട്ടിയെന്നുള്ളതാണ് അറിയാത്തത്. അത് പരിശോധിച്ച് അതിൻ്റെ അധികൃതർ എല്ലാവരും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ്. ഞാൻ നാട്ടുകാരനാണ്, വളരെ കാലമായിട്ട് ഇവിടെ സാധാരണ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവരും ഇതൊരു സ്വസ്ഥമായി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതിന് എന്തായാലും ഒരു വികാരം ഉണ്ടാവുമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അത് ബീവറേജിനെതിരായിട്ടല്ല, അതിനുള്ള സ്ഥലം കറക്റ്റായി കണ്ടെത്തി അവിടെ സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ. ഇതിനുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആരെയും വ്യക്തിയോ അല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കാനോ ഒന്നും വേണ്ടിയില്ല. നാടിൻ്റെ സ്വൈരജീവിതമാണ് എല്ലാവർക്കും വലുത്. അപ്പോൾ അതിനുവേണ്ടി ആരൊക്കെ ഇതിന് മുന്നിട്ട് ഇറങ്ങണം, അവർ നമ്മൾ മാനസികമായും സാമ്പത്തികമായും എന്തിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്തായാലും. താങ്ക് യു.